ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ. ഹരി ഓം. വിഭീഷണനും 4 അനുചരന്മാരും വന്ന് ശരണം പ്രാപിച്ചപ്പോൾ ശ്രീരാമൻ ആ നീതിശാസ്ത്രവും രാജധർമ്മവും അനുസരിച്ച് അഭയം നൽകി. അവരെ സ്വീകരിക്കുകയും ഉടനെ തന്നെ വിഭീഷണനെ ലങ്കാധിപതിയായി വാഴിക്കുകയും ചെയ്തു. ആ കാര്യം പറഞ്ഞല്ലോ. ഇതിനുള്ള പ്രതികാരമെന്ന നിലയിൽ രാമപക്ഷത്ത് അനൈക്യം ഉണ്ടാക്കാനായിട്ട്, ആശയക്കുഴപ്പമുണ്ടാക്കാനായിട്ട് രാവണൻ ഒരു ദൂതനെ അയച്ചു, ശുകനെ. ശുകൻ വനത്തിൽ തപസ് ചെയ്തിരുന്നൊരു ബ്രാഹ്മണനാണ്. പിന്നീട് രാജസേവയൊക്കെയായിട്ട് ഇവിടെ കൂടിയിരിക്കുകയാണ്. ഉദ്ദിഷ്ട കാര്യത്തിൽ പരാജിതനായ ശുകൻ വാനരന്മാരുടെ പിടിയിൽ പെട്ടു. പ്രഹരമേറ്റു, കരയാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ്റെ കാരുണ്യം കൊണ്ട് വാനരന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുകനാം നിശാചരൻ പുഷ്കരെ നിന്ന് വിളിച്ചു ചൊല്ലിയിടനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം. ഇവിടെ അനൈക്യമുണ്ടാക്കാനുള്ള ഉദ്ദേശമാണ്. സുഗ്രീവനെ രാമനിൽ നിന്ന് തെറ്റിക്കാനുള്ളൊരു ഉദ്ദേശമാണ്. അത് കേട്ടാൽ മനസ്സിലാവും. ശുകൻ രാവണന്റെ സന്ദേശം കൊടുക്കുകയാണ് സുഗ്രീവന്. രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കരസൂനോ പരാക്രമവാരിധേ ഭാനുതനേനാം ഭാഗധേയാം ബോധേ വാനരരാജമഹാകുലസംഭവ. സുഗ്രീവനെ അങ്ങോട്ട് പുകഴ്ത്തുക. ആതിഥേയന്ത സുതാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം. തനിക്ക് താൻ ഭ്രാതൃസമാനാണ് സുഗ്രീവൻ എന്ന് പറയണം രാവണൻ. നിന്നോട് വൈരമെനിക്കേതുമില്ല, മറ്റ് എന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനാം രാമഭാര്യാം അഹം വ്യാജേന കൊണ്ടുപോന്നേൻ, അതിനെന്തു തേ. ഞാൻ സീതയെ കൊണ്ടുവന്നതിന് നിനക്കെന്താ? മർക്കടസേനയോടും അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്ക് പോയിക്കൊള്ളുക. നീ തിരിച്ചു പോകണം. നിനക്കിതിൽ കാര്യമില്ല, ഞാനും രാമനും തമ്മിലുള്ള കാര്യത്തിൽ. ദേവാദികളാലും അപ്രാപ്യമായ ഒന്ന് കേവലം എന്നോട് ലങ്കാപുരമിടോ. മനസ്സിലാക്കുക. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തൊന്നു കാട്ടുന്നത് എന്നോടിവിടെ വന്ന അന്ധകാരം നിനച്ചിടായിക നീ വൃഥാ. ഇതാണ് മെസ്സേജ്. തിരിച്ചു പോയിക്കൊള്ളാം. അപ്പോഴാണ് ഈ ശുകൻ കരച്ചിൽ കേട്ട് ശുകനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ശുകൻ രാമനെ സ്തുതിക്കുന്ന രാമ രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല വണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്താശോ മാനവീരാഹതോഹം പ്രവാഹിമാം. അത് കേട്ടപ്പോൾ രാമനുടനെ പറഞ്ഞു, അവനെ ഒന്നും ചെയ്യരുത്, അവനവിടെ നിർത്തുക, തിരിച്ചുവിടണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിക്കുന്നത് ശുകൻ സുഗ്രീവനോട്, ഞാൻ എന്തോന്ന് ചൊല്ലേണ്ടതൊന്നത് ദശഗ്രീവനോട് അത് ചൊല്ലിയിടുക. സുഗ്രീവനും ചൊല്ലിനാനാശു ശുകനോട് സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനെയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ഇതാണ് സുഗ്രീവന്റെ മറുപടി. ബാലിയെപ്പോലെ തന്നെ നിന്നെയും കൊല്ലണം. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ടീടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകണം. എനിക്കു കിഷ്കിന്ധക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടു നീ. അതാണ് മറുപടി കൊടുത്തത്. അർക്കാത്മയോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോത്ഭവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുകരെ ബന്ധിച്ചുകൊണ്ട് ഊനമൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവൻ. ശാർദൂല വിക്രമം കൊണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ ചെന്നു കണ്ട് ആർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ. മറ്റൊരു ചാരനാണ് ശാർദൂലൻ. ശാർദൂലൻ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ശുകനെ ഇവിടെ കെട്ടിയിട്ടുള്ളൂ. വാർത്തകൾ ഉള്ളവണ്ണം അത് കേട്ടൊരു രാത്രി ജരീശ്വരനാകിയ രാവണൻ ആർത്തിപൂണ്ട് ഏറ്റവും ദീർഘചിന്താൻവിധം ചീർത്തഖേദത്തോടു ദീർഘമായേറ്റം വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. അങ്ങനെയാണ് അവിടെ
രാമലക്ഷ്മണന്മാരും ഈ കപിപ്രവരന്മാരും വിഭീഷണനും എല്ലാവരും കൂടി ചേർന്ന് ഏത് വിധത്തിലാണ് ഇനി അർണവം കടക്കേണ്ടത് എൻ്റെ ആലോചനയാണ്. സമുദ്രരാജനായ വരുണനെ വരുത്തിയാൽ അദ്ദേഹം നമുക്ക് പോകുവാനുള്ള വഴി തരും. ഏകകണ്ഠമായി എല്ലാവരും അഭിപ്രായപ്പെട്ടു. എന്നാ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് രഘുപതിയും അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു. അദ്ദേഹം വാരിധി തീരത്തിൽ കിഴക്കോട്ട് നോക്കി വാരിച്ച നയനങ്ങൾ അടച്ച് 3 ദിവസം അഹോരാത്രം വരുണനെ ധ്യാനിച്ചു. സമുദ്രത്തിന് ഒരു കുലുക്കവുമില്ല, ഒരിളക്കവുമില്ല. രാവണനെ ഭയപ്പെട്ടായിരിക്കണം എന്ന് തോന്നും. അറിഞ്ഞ മട്ടേയില്ല. രാമൻ കോപം ജ്വലിച്ചു, കണ്ണുകളൊക്കെ ചുവന്നു. ലക്ഷ്മണ, കൊണ്ടുവരൂ ചാപവാണങ്ങൾ. ഇന്ന് വരുണം പ്രത്യക്ഷപ്പെട്ട് നടക്കാൻ വഴി തരുന്നില്ലെങ്കിൽ ഈ സമുദ്രത്തെ ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഭസ്മമാക്കി വരുണാലയം ഒരു മരുഭൂമിയാക്കും. വരുണനെ ഞാൻ മഞ്ഞിലിട്ട് ചുടും. ദേവകാര്യാർത്ഥം നിസ്വാർത്ഥ സേവനമനുഷ്ഠിച്ച് ത്യാഗപൂർവം യാതനകൾ അനുഭവിച്ച് അലയുന്ന ഈ രാഘവൻ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല പാത ആവശ്യപ്പെടുന്നത്. അവൻ തീയിൽ ചുട്ടെരിഞ്ഞാലേ അത് മനസ്സിലാവൂ. കൊണ്ടുപോകാ ലക്ഷ്മണ, മടിക്കേണ്ട. ധർമ്മ സംസ്ഥാപനാർത്ഥത്തിനാണ്, അല്ല തൻ്റെ കാര്യത്തിനല്ല. കോതണ്ടു വസ്ത്രങ്ങളും ഇങ്ങ് തരിക. എൻ്റെ പൂർവികന്മാരെ സകല രാജാക്കന്മാർ വളർത്തിയെടുത്ത് ഖ്യാതി വർദ്ധിപ്പിച്ച ഈ സാഗരത്തെ ഇന്ന് അവരുടെ പിൻഗാമിയായ രാമനിതാ നശിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ ശ്രീരാമേന്ദ്രസ്വാമി വില്ലു വാങ്ങി അർണവത്തിന് നേർക്ക് അമ്പെയ്യുന്ന സന്ദർഭമാണ്. അത് ഇവിടെ വരികൾ വായിക്കാം. രക്ഷോവർണം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങി ഞാൻ എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരെ ഏവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായ ഒരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നത് തോന്നിയത് അങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണോ ജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചു ഇടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചത് അങ്ങനെ 3 ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതും ഇളകിയില വാരിധിയും അതിക്രോധേന രക്താം നേത്രാം നാഥനും. കൊണ്ടുവാ ചാപവാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയപൂർവന്മാർ വളർത്തതുമെന്നു ഞാൻ ആക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ എന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ച് അർണവത്തോട് അരുൾ ചെയ്തു രാഘവൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമൻ ദുർവാരമായ ശിലീമുഖ വിക്രമം. ദുർവാരം തടുക്കാൻ കഴിയാത്തത്. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ. വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം. മിഥം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വിരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞതു. മിത്രനും മങ്ങി നിറഞ്ഞു വിവരവും അബ്ധിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നത് അത്യുഗ്രനക്ര തിമിഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമൊപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കം നിറഞ്ഞോരു കാന്തിയ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വെച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്തിയാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. സ്തുതി വരുണന്റെ സ്തുതിയാണ്. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യമാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമ രമാപദേ. കിട്ടേണ്ടത് കിട്ടിയാലെല്ലാം നടക്കുന്നതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. വരുണൻ തന്നെ പറയുന്നത് പഞ്ചഭൂതങ്ങളെ ജഡസ്വഭാവങ്ങളോടുകൂടിയല്ലേ സൃഷ്ടിച്ചത്. ആ ജഡസ്വഭാവം തന്നെയാണ് ഈ കാണിക്കുന്നത്, താമസോണത്തിൻ്റെ സ്വഭാവമായി കാണിക്കുന്നത്. മൂഢനായ ഞാൻ എങ്ങനെയാണ് അങ്ങേ അറിയുക? യജമാനന്മാർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ശിക്ഷകൾ പോലും മൂഢന്മാരെ നല്ല വഴിക്ക് നയിക്കാൻ സഹായകമാണ്.
അതിവിടെ എടുത്തു പറയുന്നുണ്ട്. ദുഷ്ടപശൂനാം യഥാ ലകുടം യഥാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം എന്ന് പറയുന്നുണ്ട്. അങ്ങേപ്പോലുള്ളവരുടെ ധർമ്മം ദുഷ്ടന്മാരുടെ ശിക്ഷയിലൂടെ നെറുവഴിക്ക് നടത്താനാണല്ലോ. അതെ, നമ്മുടെ സുഭാഷിതത്തിൽ പറയും, പശു കഴുത ഇവക്കേറെ നല്ലൊരു തല്ലും. ഓരോന്നിനും വിധി തന്നെ വിധിച്ചിട്ടുണ്ട്. ഇന്നതേ നടക്കൂ, ഇന്നത് ചെയ്താലേ നടക്കൂ എന്ന്. മനസ്സിലായോ? ഇത്തം വണങ്ങി സ്തുതിച്ചു വരുണനോട് ഉത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു. എൻ്റെ ബാണം ഇനി എങ്ങോട്ട് വിടണം? ഞാൻ കൊലച്ചു പോയല്ലോ. അപ്പോൾ അവർ കാണിച്ചു കൊടുക്കാം ഒരു അസുരന്മാരുടെ താമസസ്ഥലം, അവിടേക്ക് വിടാൻ. അങ്ങനെ ആ സ്ഥലം ഉപകാരപ്രദമാക്കി മാറ്റും. അതാണ് അവിടെ പറയുന്നത്. പിന്നെയാണ് സന്തുഷ്ടനായ ശ്രീരാമൻ സുഗ്രീവനോട് ആലോചിച്ചിട്ട് ശില്പകലാ സമർത്ഥനായ നളനെ വിളിച്ചിട്ട് സേതു നിർമ്മിക്കാൻ ആജ്ഞാപിക്കുകയാണ്. വാനരപ്രമുഖനാണ് നളൻ. രാമനെ വന്ദിച്ച് തടുക്കാൻ കഴിയാത്ത വീര്യമുള്ള ആ പർവ്വതശരീരികളായ വാനരന്മാരെ നാനാദിക്കിൽ നിന്നും കൊണ്ടുവന്നു. പർവ്വതഖണ്ഡങ്ങളും കല്ലുകളും മരങ്ങളും ഒക്കെ ഉത്സാഹപൂർവ്വം സേതു നിർമ്മിച്ചു തുടങ്ങി. 100 യോജന നീളം 10 യോജന വീതിയുള്ള സേതുവാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. പണി തുടങ്ങിയ ശുഭമുഹൂർത്തത്തിൽ രാമൻ 3 ലോകങ്ങളുടെയും ഹിതത്തിനും പാപപരിഹാരത്തിനുമൊക്കെ വേണ്ടി വ്യോമകേശനും ശങ്കരനും പരമേശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ച കഥയാണ് ഇനി പറയുന്നത്. അങ്ങനെയാണ് രാമേശ്വരം എന്ന പേര് വന്നത്. പർവ്വതുല്യരായ 10,000 കണക്കിന് വാനരന്മാരാണ് പണിയെടുക്കുന്നത്. 5 ദിവസം കൊണ്ട് തീർത്തു 100 യോജന. അതെ, ഒറ്റ മനസ്സോടുകൂടി ഒറ്റ ലക്ഷ്യം, ഒക്കെ ഒരേ സംഗതി. അത്ര ഇൻസ്പയർഡാണ്. അതാണ് അത്ര സാമർഥ്യത്തോടുകൂടിയാണ് പണിയെടുക്കണം. നളന ജോലി നിർവഹിച്ചുകൊണ്ടിരുന്നു. ഈശ്വർമാവിൻ്റെ പുത്രനല്ലേ. നീലൻ അവനെ സഹായിച്ചുകൊണ്ടിരുന്നു. പടുവൃദ്ധനായ ജാമ്പവാൻ പോലും കല്ല് ചൂടിൽ പങ്കുകൊണ്ടു. കിഷ്കിന്ധാധിപനായ സുഗ്രീവൻ, ഇളമുറ അങ്കദൻ, മാരുതി, എല്ലാവരും. അവിടെയാണ് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത്. രാമേന്ദ്രൻ നിൽക്കുമ്പോഴാണ് കണ്ടത്. വാസ്തവത്തിൽ രാമേന്ദ്രസ്വാമിക്ക് വല്ലാതെ സന്തോഷ അശ്രുക്കൾ വന്നു. മനസ്സിലായോ? പണ്ടൊരു കാലം ശ്രീരാമൻ എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടില്ലേ? അവിടെയും ഇവിടെയും ഓടി നടക്കും അണ്ണാൻ കുഞ്ഞൻ കഥയാണേ, അവിടെയും ഇവിടെയും ഓടി നടക്കും. അമ്മ പറഞ്ഞൊരു കഥയാണേ, അമ്പോടു കേൾപ്പാൻ രസമാണേ, അവിടെയും ഇവിടെയും ഓടി നടക്കും അണ്ണാൻ കുഞ്ഞൻ കഥയാണേ, അണ്ണാൻ കുഞ്ഞൻ കഥയാണേ. അതാണ് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ, ജീവജാലങ്ങൾ മുഴുവനും. അതാണ് വാനരന്മാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്മണനും മുമ്പിലുമായിട്ട് നടുവിലും ഒക്കെ ഉണ്ട്. ആകെ ഒരു ഉത്സവ പ്രതീതിയാണ് അവിടെ. അല്ലാതെ പണിയെടുക്കുന്നു തോന്നില്ല. ആർക്കും ഒട്ടും തളർച്ചയില്ല, പരാതിയില്ല. കഴിക്കാൻ ഭക്ഷണം വേണ്ടുവോളമുണ്ട്, പഴങ്ങളും മറ്റും ജലമുണ്ട്. സേതുവന്ദന ഉദ്യമത്തിൽ പ്രകടമായി പ്രദർശിതമായതാണ്. ക്ഷീണിക്കുന്ന പ്രശ്നമില്ല. കാരണം മാരുതി വായുഭഗവാൻ അവരെ സദാ എന്താ പറയുക തഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ വേർക്കുക? 100 യോജന 10 യോജന ചെറിയ ദൂരമല്ല. കഠിന പ്രയത്നം. അവരുടെ കഠിനപ്രയത്നം കണ്ട് പിന്നെ കടലിന് പോലും കാരുണ്യം തോന്നി. അവരുടെ പുരോഗതിക്കനുസരിച്ച് ക്രമികമായിട്ട് പുറകോട്ട് മാറിക്കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ജയ് ജയ രാമരാമ, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. അതാണ് അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നത്. അത് മാത്രമാണ്. ആവേശത്തിലാണ്, ഒറ്റ മനസ്സ്. വരാൻ പോണ അടുത്ത രാവണ വധമാണ് മനസ്സിൽ കാണുന്നത്. മനസ്സ് ലങ്കയിൽ എത്തിക്കഴിഞ്ഞു. ജാമ്പവാൻ വലിയ പാറ ശിരസിൽ വെച്ച് കൊണ്ടിരുന്ന കണ്ടപ്പോൾ വല്ലാതെ വിഷമിച്ചു രഘുപതി. വൃദ്ധനായ അങ്ങെന്തിനാ ഇത്ര വലിയ കല്ല് ചുമക്കണമെന്ന് ചോദിച്ചു. ജാമ്പവാൻ, ഇത് ഭഗവത് കാര്യമാണ്, ധർമ്മസംരക്ഷണം. അടിയനിപ്പോൾ പൂർണ്ണ യുവാവിൻ്റെ ബലമുണ്ട്. ഈ സേതു ബന്ധിച്ച് സ്വാമിയുടെ പുറകെ അടിയൻ ലങ്ക വരെ നടന്നു വരണം. ആ പ്രയത്നത്തിലാണ്. മനസ്സിലായോ? അതെ, ലക്ഷ്യത്തിൽ മനസ്സ് കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നെ തളർച്ചയുടെ പ്രശ്നമില്ല. മനസ്സിലായോ? അതാണ്. ആ ഗീതയിൽ ഈ ആശയമുണ്ട്.
യോഗസ്ഥനായി ചെയ്ക കർമ്മം നീ സംഘം വിട്ട്, യോഗമോ ലാഭാലാഭതുല്യ ദർശനം മാത്രം. അതാണ് യോഗസ്ഥ കുരുകർമാണി സംഘം ത്യക്ത്വാ ധനഞ്ജയ, സിദ്ധി അസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അതാണ് അത് വലിയൊരാശയമാണ്. അവിടെ പിന്നെ കർമ്മഫലത്തിലല്ല മനസ്സ്. സാധാരണ നമ്മുടെ എല്ലാ കർമ്മം ചെയ്യുമ്പോഴും മനസ്സ് കർമ്മഫലത്തിലാണ്. ഇവിടെ ലക്ഷ്യത്തിലാണ്, കർമ്മഫലത്തിലല്ല. അപ്പം താനേ കർമ്മഫലം നമ്മൾ കരുതുന്നതിൻ്റെ 10 മടങ്ങുണ്ടാവും. അതാണ് രാമേശ്വരമാണ്. രാമേശ്വരം ഒരു പുണ്യസ്ഥലമാണ്, നമ്മൾ അറിയണം അതിനെക്കുറിച്ച്. രാമൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ധനുഷ്കോടി, രാമേശ്വരത്തിന് സമീപമുള്ള സമുദ്രതീര പ്രദേശമാണ് ഈ ധനുഷ്കോടി. ലങ്ക ആക്രമിക്കുന്നതിന് ശ്രീരാമചന്ദ്രൻ്റെ സൈന്യം ഇവിടെ നിന്നാണ് സേതുബന്ധനം ആരംഭിച്ചത്. ഈ പാലത്തിലൂടെയാണ് രാമനും സൈന്യവും ഒക്കെ ലങ്കയിലെത്തിയത്. ലങ്കയെ കീഴടക്കിയതിന് ശേഷം വിഭീഷണന്റെ വേഷപ്രകാരം ശ്രീരാമൻ തൻ്റെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് പാലം തകർത്താണത്ര. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ധനുഷ്കോടി എന്ന പേര് ലഭിച്ചത്. ഇന്നും ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കാണാം. സമുദ്രതീരത്ത് രാമക്ഷേത്രവുമുണ്ട്. സ്കന്ദപുരാണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്, കമ്പരാമായണത്തിൽ പറയുന്നുണ്ട്, എല്ലായിടത്തുമുണ്ട്. അവിടെ കമ്പരാമായണത്തിലാണ് കുറെ കൂടി വിസ്തരിച്ചിട്ടെന്ന എൻ്റെ ഓർമ്മ രാമേശ്വരത്തെക്കുറിച്ച്. അതെ, തമിഴ്നാട്ടിൽ രാമേശ്വരം പ്രസിദ്ധമാണ്. ഭാരതത്തിൽ മുഴുവൻ പ്രസിദ്ധമാണ് പുണ്യസ്ഥലം. സീതയെ മോചിപ്പിച്ച് ലങ്കയിലേക്ക് പോകാൻ രാമാദികൾ അവിടെ പാളയമടിച്ച സമയത്താണല്ലോ. ലങ്കായാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി രാമേശ്വരത്തൊരു മഹാക്ഷേത്ര നിർമ്മാണം, ശിവലിംഗ പ്രതിഷ്ഠ നടത്തണമെന്ന് രാമൻ നിശ്ചയിച്ചു. നാളനീലന്മാരൊക്കെ കൂടി വിദഗ്ധരായ ശില്പി നേതൃത്വം ആ ക്ഷേത്രം പണി പൂർത്തിയാക്കി. ശ്രീരാമ നിർദ്ദേശത്തോടുകൂടി ഹനുമാൻ ശിവലിംഗം കൊണ്ടുവരുന്നതിന് കൈലാസത്തിലേക്ക് പോയി. ഇങ്ങനെയാണ് കമ്പരാമായണത്തിൽ പറയുന്നത്. മറ്റൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രതിഷ്ഠാ സമയം ഇതാ റെഡി, ആസന്നമായി. ഹനുമാൻ എത്തിയില്ല. ബിംബമില്ലാതെ പ്രതിഷ്ഠ നടത്തുന്നത് എങ്ങനെ? ക്ലിപ്ത മുഹൂർത്തത്തിന് പ്രതിഷ്ഠ നടത്താതിരിക്കുന്നത് എങ്ങനെ? അതാണ്. ശ്രീരാമൻ പ്രതിഷ്ഠാ ബലിപീഠത്തിനടുത്ത് സജ്ജനായി നിലകൊണ്ടു. പ്രതിഷ്ഠക്കുള്ള കൃത്യമുഹൂർത്തമായി. രാമദേവനിൽ ഒരു ദിവ്യ ചൈതന്യം ആവേശിച്ചു. അപ്പോൾ ശ്രീരാമൻ ആത്മസങ്കല്പത്താൽ പ്രതിഷ്ഠ നടത്തുന്നു. സങ്കല്പർക്കിയ നടന്ന സ്ഥാനത്ത് പെട്ടെന്ന് ദിവ്യമായൊരു ശിവലിംഗം സ്വയംഭൂ ആവിർഭവിച്ചു. എല്ലാവർക്കും കാണത്തക്കവണ്ണം പരിലസിച്ചു. എല്ലാവരും അത്ഭുത സ്തബ്ധരായി. ഈ സമയത്താണ് ഹനുമാൻ ശിവലിംഗം കൊണ്ടുവരുന്നത്. പ്രതിഷ്ഠ നടന്നു കണ്ടപ്പോൾ വളരെ കുണ്ഠിതനായി. അത് മനസ്സിലാക്കിയ ശ്രീരാമദേവൻ പ്രതിഷ്ഠിത ബിംബം ഇത് വേണമെങ്കിൽ മാറ്റാം, എന്നിട്ട് ഹനുമാന്റെ ബിംബം പ്രതിഷ്ഠിക്കാമെന്നൊക്കെ പറഞ്ഞു. അത് മാറ്റി. പിന്നെ ഹനുമാന്റെ ആഗ്രഹപൂർത്തിക്ക് പിന്നെ ക്ഷേത്രമഹിമയുടെ അഭിവൃദ്ധിക്കും വേണ്ടി കൊണ്ടുവന്ന ശിവലിംഗം കിഴക്കേ ഗോപുരത്തിൻ്റെ മുൻഭാഗത്ത് ഹനുമാനെ കൊണ്ട് തന്നെ പ്രതിഷ്ഠിപ്പിച്ചു രാമസ്വാമി. ഗോപുര പ്രതിഷ്ഠ സന്ദർശിച്ച് സ്തുതിച്ചതിന് ശേഷം ക്ഷേത്രാധിനാഥനെ സന്ദർശിക്കുകയും ഭജിക്കുകയും ചെയ്തു കൊള്ളണം എന്ന് അവിടെ ശിലാലിഖിതമുണ്ട്. രാമൻ്റെ അരുളപ്പാടാണ്. മനസ്സിലായോ? ഇതിനെക്കുറിച്ച് കിളിപ്പാട്ടിൽ പറയുന്ന വരികൾ കേൾക്കട്ടെ. രാമേശ്വരം വളരെ പ്രസിദ്ധമല്ലേ? യാതൊരു മർത്തിനിവിടെ വന്ന ആദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നു. ഇതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു. ശുദ്ധനായി കുണ്ഠത കൈവിട്ടു ആരാണ് സിബുക്ക്. ഗംഗയിൽ സ്നാനവും ചെയ്തു ചിതശ്രമം ഗംഗാസല്ലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തഥ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ 5 നാൾ കൊണ്ട് ശതയോജനായിരം ചഞ്ചലമെന്നീ തീർത്തോരനന്തരം 5 ദിവസം കൊണ്ട് സേതുബന്ധനം പണി കഴിഞ്ഞു. അതാണ്